ഹായ് ഫ്രണ്ട്സ്, രാജ്യങ്ങൾ പണയം വെച്ച് ചൂതുകളിച്ച രാജാക്കന്മാരുടെ കഥകൾ, അതായത് പ്രാചീന കഥകൾ, ഇതിഹാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് ഗ്രാമങ്ങൾ പണയം വെച്ച് ചൂതുകളിച്ച രാജാക്കന്മാരുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരമൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു വാട്ടർ ആൻഡ് ക്യൂരിയോസിറ്റി. ചൂതുകളിയുടെ കഥ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. 1947 ഇന്ത്യ വിഭജനത്തിൻ്റെ സമയം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം അന്നത്തെ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളെ വിഭജിക്കാൻ പോവുകയാണ്. ഈ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യ, പാകിസ്ഥാൻ ഇന്ത്യ എന്നീ രണ്ട് രാജ്യങ്ങളെ വിഭജിക്കും. റാഡ്ക്ലിഫ് ലൈൻ പ്രകാരമാണ് അതിൻ്റെ അതിർത്തി നിലവിൽ വരുന്നത്. അതേസമയം ഈ രണ്ട് രാജ്യങ്ങളിലും അന്നത്തെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന 560ഓളം നാട്ടുരാജ്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, അതല്ല സ്വതന്ത്രമായി നിൽക്കുകയും ചെയ്യാം എന്നായിരുന്നു ഈ ആക്ട് പ്രകാരം ഉണ്ടായിരുന്ന നിയമാവലി. അതുപ്രകാരം കുച്ച് ബിഹാർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം, ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന കുച്ച് ബിഹാർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം ഇന്ത്യയിൽ ചേരാനും, അതുപോലെ രംഗ്പൂർ എന്ന് പറയുന്നൊരു നാട്ടുരാജ്യം, അത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ്, അത് പാകിസ്ഥാനിൽ ചേരാനും തീരുമാനിച്ചു. റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നു. പക്ഷേ കുച്ച് ബിഹാർ രാജ്യത്തിന് കീഴിലുള്ള കുറേ സ്ഥലങ്ങൾ കിഴക്കൻ പാകിസ്ഥാനിലും, അതേപോലെ രംഗ്പൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇന്ത്യയിലും ആണ് വന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ പാകിസ്ഥാനിലും, പാകിസ്ഥാനിലെ കുറേ ഭാഗങ്ങൾ ഇന്ത്യയിലും വന്നു. വെസ്റ്റ് ബംഗാൾ, ത്രിപുര, ആസാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇത്തരം സ്ഥലങ്ങളെ എൻക്ലേവ് എന്നാണ് വിളിക്കുന്നത്. ചിത്മഹൽസ് എന്നും പറഞ്ഞിരുന്നു. ബംഗാളി ഭാഷയിൽ ചിത്മഹൽസ് എന്നും പറഞ്ഞിരുന്നു. എൻക്ലേവ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരു രാജ്യത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിനാണ് എൻക്ലേവ് എന്ന് പറയുക. അതായത് ചുറ്റും മറ്റൊരു രാജ്യമായിരിക്കും, ബോർഡർ, അതിർത്തിക്ക് അപ്പുറം ഉണ്ടായിരിക്കുക. ഇത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. 1947 കണക്ക് പ്രകാരം അത്തരം എൻക്ലേവുകൾ, പാകിസ്ഥാൻ്റെ എൻക്ലേവുകൾ ഇന്ത്യയിൽ 71 അതുപോലെ ഇന്ത്യയുടെ എൻക്ലേവുകളും പാകിസ്ഥാൻ്റെ ഉള്ളിൽ, കിഴക്കൻ പാകിസ്ഥാനിലാണ്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിനുള്ളിൽ 102 ഉണ്ടായിരുന്നതായിട്ടാണ് കണക്ക്. ഇതിൽ വേറൊരു കൗതുകം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, വെറും എൻക്ലേവ് മാത്രമല്ല, കൗണ്ടർ എൻക്ലേവുകളും ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കുള്ളിൽ ബംഗ്ലാദേശിൻ്റെ ഒരു സ്ഥലം, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇന്ത്യയുടെ ഒരു സ്ഥലം വരുന്നത്, അതിനാണ് കൗണ്ടർ എൻക്ലേവ് എന്ന് പറയാം. അത്തരം എൻക്ലേവുകളും ഉണ്ടായിരുന്നു. പ്രശസ്തമായ ഒരു എൻക്ലേവ് എന്ന് പറയുന്നത് ദഹ്ല കഗർബാരി എന്നൊരു എൻക്ലേവ് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, അതൊരു തേർഡ് ഓർഡർ എൻക്ലേവ് ആയിരുന്നു. അതായത് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ ഒരു സ്ഥലം, അതിനുള്ളിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഒരു സ്ഥലം, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇന്ത്യയുടെ ഒരു സ്ഥലം. അങ്ങനെ അന്ന് ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഏക തേർഡ് ഓർഡർ എൻക്ലേവ് ആയിരുന്നു ദഹ്ല കഗർബാരി. ഇത് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ 2-3 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു ചൂതുകളിയുമായി ബന്ധപ്പെട്ടാണ്. കുച്ച് ബിഹാർ എന്ന് പറയുന്ന രാജ്യവും രംഗ്പൂർ എന്ന് പറയുന്ന രാജ്യവും നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ തമ്മിൽ ആ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിൽ ഒരു ചൂതുകളി നടക്കാറുണ്ടായിരുന്നു. പാഷ എന്നാണ് ചൂതുകളിയുടെ പേര്. അതുകൊണ്ട് തന്നെ ഈ എൻക്ലേവുകളെ ചില സമയത്ത് പാഷ എൻക്ലേവ്സ് എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ ചൂതുകളിയിൽ ഗ്രാമങ്ങൾ പന്തയം വെച്ചാണ് ചൂത് കളിക്കുന്നത്. അപ്പോൾ ഏത് രാജാവാണോ തോക്കുന്നത് ആ ഗ്രാമം മറ്റു രാജ്യത്തിനോട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ആ രാജ്യമായിട്ട് അടുത്തായിരിക്കില്ല, കുറേ ദൂരെയായിരിക്കും. അങ്ങനെയാണ് ഈ എൻക്ലേവുകൾ ഉണ്ടായതെന്നാണ് ഒരു വാദം. മറ്റൊരു വാദം, ഔറംഗസീബിൻ്റെ മരണശേഷം മുഗൾ ഭരണം ദുർബലമായി. അതിന് ഭാഗമായിട്ട് അന്നത്തെ മുഗളിൻ്റെ കീഴിലുണ്ടായിരുന്ന ചില സാമന്ത രാജ്യങ്ങൾ കുച്ച് ബിഹാറുമായി യുദ്ധത്തിലേർപ്പെട്ടു. കുറേ വർഷങ്ങൾ നീണ്ടുന്ന യുദ്ധത്തിന് ശേഷം 1713 ഒരു ട്രീറ്റി നിലവിൽ വന്നു. പക്ഷേ ആ സമയത്ത് ശരിയായ അതിർത്തി നിർണ്ണയിക്കാതെ ആണ് ട്രീറ്റി നിലവിൽ വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്തുതന്നെയാലും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം വാറൻ ഹേസ്റ്റിംഗിൻ്റെ സമയത്ത് എല്ലാ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 1947 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷമാണ്. അതായത് രംഗ്പൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം കിഴക്കൻ പാകിസ്ഥാനിലും കുച്ച് ബിഹാർ ഇന്ത്യയിലും ചേരാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്.
റാഡ്ക്ലിഫ് ലൈൻ വരച്ചത് ഈ പ്രശ്നങ്ങളൊന്നും പരിഗണിക്കാതെയായിരുന്നു. അപ്പോൾ അത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് തുടർന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരു സ്റ്റേറ്റ്ലെസ്നെസ് അനുഭവപ്പെട്ടു. അതായത് നോമാൻസ് ലാൻഡ് പോലെയുള്ള, അതായത് അവർ ഇന്ത്യക്കാരാണോ ബംഗ്ലാദേശുകാരാണോ പാകിസ്ഥാനികളാണോ എന്നുള്ളൊരു പ്രശ്നം ഉത്ഭവിച്ചു. പിന്നീട് അവരുടെ വോട്ട്, അവരുടെ രേഖകൾ ഒക്കെ പ്രശ്നങ്ങൾ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അവരുടെ ഭൂമിയുടെ അവകാശ രേഖ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് റോഡ് ഗതാഗതം റോഡ് ഉണ്ടാക്കണമെങ്കിൽ അതായത് മറ്റേ രാജ്യത്തെ അയൽ രാജ്യത്തിൻ്റെ പെർമിഷൻ വേണം. ഇലക്ട്രിസിറ്റി ലൈൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മറ്റു രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് മറ്റ് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരണമെങ്കിൽ രേഖകൾ വേണം. പലരും ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവർ മറ്റാവശ്യങ്ങൾക്കായിട്ട് അവർക്ക് പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവർ അതിർത്തി ലംഘിക്കുമ്പോൾ അവരെ അതിർത്തി സേന പിടിക്കും, ജയിലിലാക്കും. ഇനി അവർക്ക് പാസ്പോർട്ട് വിസയൊക്കെ വേണം. വിസ വേണമെങ്കിൽ അവർക്ക് മെയിൻലാൻഡിലേക്ക് പോകണം. മെയിൻലാൻഡിലേക്ക് പോകണമെങ്കിൽ ഈ ബോർഡർ ക്രോസ് ചെയ്യണം. അതായത് ഒരു ട്രാപ്പിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഇരു രാജ്യങ്ങളും ഈ എൻക്ലേവിലുള്ള ജനങ്ങളെ പറ്റി വല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നില്ല. പിന്നെ അതിന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഏരിയ ആയതിനാൽ അവിടെ കഞ്ചാവ് കൃഷിയും അതുപോലെ കള്ളക്കടത്തുകളും ആയുധക്കടത്ത് അങ്ങനെ പിന്നെ അതുപോലെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒളിച്ചിരിക്കാനുള്ള കുറ്റവാളികളുടെ ഇടങ്ങളാവുകയും അങ്ങനെ കുറേ അതുപോലെ അവിടുത്തെ ആളുകൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ ഇന്ത്യൻ അതിർത്തി സേനയായിട്ടുള്ള BSFും അതുപോലെ പാകിസ്ഥാൻ്റെ അതിർത്തി സേനയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയങ്ങളിൽ ബോർഡർ ക്രോസിങ് അതിൻ്റെ ഭാഗമായിട്ട് പല ക്ലാഷുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. റാഡ്ക്ലിഫ് ലൈനിൽ പരിഹരിക്കപ്പെടാത്ത അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് 1950 മുതൽ തന്നെ നെഹ്റു ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. അത് പലപ്പോഴും നടക്കാതിരുന്നത് അന്നത്തെ പാകിസ്ഥാനായിട്ട് കാശ്മീർ വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കാരണം കുറേ നീണ്ടുപോയി. ഇതിന് ആദ്യത്തെ ഒരു ശ്രമം നടക്കുന്നത് 1958 ഫിറോസ് ഖാൻ നൂൺ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. നെഹ്റു നൂൺ എഗ്രിമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൽ എല്ലാ എൻക്ലേവുകളും കൈമാറ്റം ചെയ്യാനൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും പല പ്രശ്നങ്ങളും അതായത് ചെറിയ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്ത് അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഹ്റു നൂൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പക്ഷേ അത് ഇന്ത്യയിൽ വലിയൊരു നിയമപ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അതായത് സർക്കാർ കരുതിയിരുന്നത് ഈ എഗ്രിമെൻറ്റ് പാർലമെൻറ്റിൽ റാറ്റിഫൈ ചെയ്യണം. അത് സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ 3 കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു ക്ലോസ് ഉണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതുവഴി ചെയ്താൽ മതിയെന്നാണ് സർക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ പ്രതിപക്ഷവും നിയമവിദഗ്ധരൊക്കെ പ്രതിഷേധം ഉയർത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ അതായത് കുറച്ച് സ്ഥലം പാകിസ്ഥാൻ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുകയാണല്ലോ, അങ്ങനെ സീഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമില്ലെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്നും ഒരു വാദം ഉണ്ടായി. അങ്ങനെ ആ ക്ലാഷ് നടക്കുന്നതിനിടെ ഈ 1959 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഇത് സുപ്രീം കോടതിയുടെ ഉപദേശത്തിനായി അയക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസാണ് ബേറുബാരി യൂണിയൻ കേസ് എന്നറിയപ്പെടുന്ന, നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യയിലെ നിയമ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ബേറുബാരി യൂണിയൻ കേസ്. ഇതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം മറ്റൊരു രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് വിധിച്ച 1960 ആ സുപ്രീം കോടതി ആ വിധി വന്നത്. 9ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കി. അങ്ങനെ നെഹ്റു നോൺ പാക്റ്റ് റാറ്റിഫൈ ചെയ്യപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഫോളോ അപ്പുകളൊന്നും നടന്നില്ല. ഇത് പ്രകാരം ഈ അഗ്രിമെൻ്റ് പ്രകാരം ഈ സ്ഥലങ്ങൾ കൈമാറ്റം ചെയ്യാനോ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കഴിഞ്ഞില്ല. അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ഈ ബഹളങ്ങൾ വീണ്ടും ഇന്ത്യയിൽ തുടർന്നു. സ്ഥലം വിട്ടുകൊടുക്കുന്നതിനെതിരെയൊക്കെ ബഹളങ്ങൾ തുടരുകയും പിന്നീട് 1962 ഈ ചൈനയായിട്ടുള്ള യുദ്ധം നടന്നു. പാകിസ്ഥാനായിട്ടുള്ള ബന്ധം വഷളായി. പിന്നീട് 1964 നെഹ്റു മരിക്കുന്നു. പിന്നെ 65 പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് പിന്നീട് വീണ്ടും ഈ പ്രശ്നം, അതായത് എൻക്ലേവുകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും തുടരുകയാണ്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് 1971 1971 പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വിമോചിക്കപ്പെട്ടു ഇന്ത്യയുടെ സഹായത്താൽ. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ റോൾ അവിടെ കഴിഞ്ഞു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധം ഉടലെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 1974 ഒരു എഗ്രിമെൻറ്റ് ഇന്ദിരാഗാന്ധിയും
ഷെയ്ഖ് മുജീബ് റഹ്മാൻ തമ്മിൽ ഒപ്പുകൊട്ടു. ഇന്ദിര മുജീബ് പാക്ട് എന്നാണ് അതറിയപ്പെടുന്നത്. ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് ഓഫ് 1974 എന്നും പറയുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന പ്രശ്നം എല്ലാ എൻക്ലേവുകളും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും, അതേപോലെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയാത്തൊരു ദഹ്ഗ്രാം അങ്കർപോട്ട എന്ന് പറയുന്ന ഒരു എൻക്ലേവിലേക്ക് ബംഗ്ലാദേശിൽ നിന്നൊരു ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീൻ ബേഗ കോറിഡോർ എന്ന് പറയുന്ന ഒരു ഇടനാഴി നിർമ്മിക്കാനും ആണ് ഈ എഗ്രിമെൻറ്റിൽ തീരുമാനിച്ചത്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് റാറ്റിഫൈ ആണ്, അംഗീകാരം കിട്ടണമെങ്കിൽ പാർലമെൻറ്റിൽ വീണ്ടും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. പക്ഷേ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ 1975 അടിയന്തരാവസ്ഥ വന്നു, മുജീബ് റഹ്മാൻ വധിക്കപ്പെട്ടു. അങ്ങനെ രണ്ടുമൂന്ന് കാരണങ്ങളാൽ ഇത് നടന്നില്ല. പിന്നെ ആ സമയത്ത് ഇതുപോലെ സ്ഥലം വിട്ടുകൊടുക്കുന്നതിനെതിരെയൊക്കെ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഒക്കെ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോളോ അപ്പ് പരിപാടികൾ വീണ്ടും അങ്ങനെ തന്നെ നേരത്തെ പോലെ തന്നെ നടന്നില്ല. 1974 എഗ്രിമെൻറ്റ് ബംഗ്ലാദേശ് പാർലമെൻറ്റ് അംഗീകാരം കൊടുത്തിരുന്നതിനാൽ തന്നെ ബംഗ്ലാദേശ് പല രീതിയിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന മൊറാർജി ദേശായി, പിന്നെ അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം സർക്കാർ രാജീവ് ഗാന്ധി, ആ സമയത്തൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല. പിന്നീട് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 1992 ഒരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത്. ഈ തീൻ ബേഗ കോറിഡോർ എന്ന് പറയുന്ന ഇടനാഴി ബംഗ്ലാദേശിന് വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിലുള്ള ദഹർഗാം അങ്കർപോട്ട എന്ന് പറയുന്ന എൻക്ലേവിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് ആ സ്ഥലം ബംഗ്ലാദേശിന് കൊടുക്കുന്നില്ല, തൽക്കാലം ലീസിന് കൊടുക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും അത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഭയങ്കര ആശ്വാസമായിരുന്നു. അവർക്ക് ബംഗ്ലാദേശിലേക്ക് പോകാനും വരാനുമുള്ള ഒരു ആശ്വാസമായ ഇരുന്ന നടപടിയാണ്. പിന്നീട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2001 ഒരു ജോയിൻറ്റ് ഗ്രൂപ്പ്, ബൗണ്ടറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് ഗ്രൂപ്പ് ഇത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് രൂപീകരിക്കപ്പെട്ടു. പിന്നീട് 2004 വന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഈ ശ്രമങ്ങൾ തുടർന്നു. 2007 ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. ഈ ഇന്ത്യയും ബംഗ്ലാദേശും കൂടിയിട്ട് ഒരു ജോയിൻറ്റ് സെൻസസ് നടത്താൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഈ എൻക്ലേവുകളിൽ എത്ര ആളുകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. 50,000-ഓളം ആളുകൾ, അതായത് ബംഗ്ലാദേശിൽ 37,000 ആളുകളും 37,000 ഇന്ത്യക്കാരും, അതേപോലെ ഇന്ത്യക്കുള്ളിൽ 14,000-ഓളം ബംഗ്ലാദേശികളും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ 50,000-ഓളം ആളുകളുടെ സെൻസസ് പൂർത്തിയാക്കി. അത് കുറേ വർഷങ്ങളെടുത്തിട്ടാണ് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് 2011 മൻമോഹൻ സിംഗ് സർക്കാർ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. 1974 സൈൻ ചെയ്ത എഗ്രിമെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഒരു അഡീഷണൽ പ്രോട്ടോക്കോൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. നേരത്തെ തീൻ ബേഗ കോറിഡോർ ഫുൾ ടൈം തുറന്നു കൊടുത്തിരുന്നില്ല, അത് 24/7 ബംഗ്ലാദേശികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരവും, അതുപോലെ എൻക്ലേവുകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെയാണ് ഈ 2011 ട്രീറ്റിയിലൂടെ തീരുമാനിച്ചത്. അതേപോലെ പൗരത്വത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എൻക്ലേവുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പൗരത്വത്തിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതിലെന്താ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പൗരത്വം അത് സ്വീകരിക്കാം, ബംഗ്ലാദേശിൻ്റെയോ ഇന്ത്യയുടെ പൗരത്വം സ്വീകരിക്കാം. അങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പക്ഷേ നേരത്തെ പോലെ തന്നെ പറഞ്ഞ ഇഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ പാർലമെൻറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം, അതിന് ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കണം. മൻമോഹൻ സിംഗ് സർക്കാർ അന്നത്തെ പ്രധാനപ്പെട്ട കക്ഷികളെ BJP, തൃണമൂൽ കോൺഗ്രസ്, ആസാം ഗണപരിഷത്ത് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ആലോചിക്കുന്നുണ്ടായെങ്കിലും പക്ഷേ അത് പാർലമെൻറ്റിൽ പാസ്സായില്ല. അതിങ്ങനെ നീണ്ടു പോവുകയാണ് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് ഏകദേശം 10,000-ഓളം ഏക്കർ സ്ഥലം നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ കക്ഷികളൊക്കെ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം. 2014 മൻമോഹൻ സിംഗ് മാറി മോദി സർക്കാർ അധികാരത്തിൽ വന്നു. ഇതിനുള്ള ശ്രമങ്ങൾ തുടർന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2015 100ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് പാസ്സായി. 2015 മെയ് മാസത്തിലാണ് ലോക്സഭയും രാജ്യസഭയും ഇത് പാസ്സാക്കിയത്. പിന്നീട് ഇതൊരു സ്റ്റേറ്റ് ബൗണ്ടറി ഓൾട്ടറേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റുകളുടെ ഒരു കൺസെൻറ്റും കൂടെ വേണമായിരുന്നു. അതൊക്കെ കടന്ന് പിന്നീട് ജൂൺ മാസത്തിൽ ഇത് പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടി. പിന്നീട് 2015 ജൂലൈ 31 എൻക്ലേവുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടത്, ഫിസിക്കലി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടത്. അതോടുകൂടി കുറേ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്നൊരു ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. എല്ലാ എൻക്ലേവുകളും എക്സ്ചേഞ്ച് ചെയ്തു. ദഹർഗാം അങ്കർപോട്ട മാറിയില്ല. അത് ആ ബംഗ്ലാദേശി എൻക്ലേവ് ഇപ്പോഴും ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിലേക്ക് ആക്സസ് ഈ തീൻ ബേഗ കോറിഡോറിലൂടെ നൽകുകയുണ്ടായത്. ഏകദേശം 111 എൻക്ലേവുകൾ ബംഗ്ലാദേശിന് കൈമാറിയിട്ടുണ്ട് ഇന്ത്യ. അത് ഏകദേശം 17,000 ഏക്കർ സ്ഥലം ഉണ്ടാകും. അതേപോലെ 51 എൻക്ലേവുകൾ ഇന്ത്യക്ക് ബംഗ്ലാദേശ് കൈമാറിയിട്ടുണ്ട്. അത് ഏകദേശം 7,000 ഏക്കർ ഉണ്ടാകും. അത് വെച്ചിട്ടാണ് ഏകദേശം ഇന്ത്യക്ക് 10,000 ഏക്കർ സ്ഥലം നഷ്ടമാണ്. എങ്കിലും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ദഹർഗാം അങ്കർപോട്ട എന്ന് പറയുന്ന എൻക്ലേവിനെ പറ്റി പറയുകയാണെങ്കിൽ
അത് ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ എൻക്ലേവ് ആണെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അത് പൂർണ്ണമായിട്ടൊരു എൻക്ലേവ് ആണെന്നും പറയാൻ പറ്റില്ല, കാരണം അത് പൂർണ്ണമായും ചുറ്റപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു കോറിഡോർ ബംഗ്ലാദേശിലേക്ക് തുറന്ന് കിടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സാധാരണ എൻക്ലേവ് എന്നാണ് പറയാറ്. പക്ഷേ അത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അതിനെ അവർ പറയുന്ന പേര് എക്സ്ക്ലേവ് എന്നാണ്. അങ്ങനെ അത് വേറെ അവരുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എക്സ്ക്ലേവ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ടേംസ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആളുകളും അതത് സ്ഥലത്തുള്ള പൗരത്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. ചിലർ മാത്രമാണ് രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ എൻക്ലേവുകളിലുള്ളവരാണ് ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്കാർ എന്ന് പറയാവുന്നത്. കാരണം അവർ 2015 അവിടെ ഇന്ത്യയുടെ പതാകയൊക്കെ ഉയർത്താൻ അവർക്ക് സാധിച്ചത്. ലോകത്ത് തന്നെ സമാധാനപരമായി അതിർത്തി പ്രശ്നം പരിഹരിച്ചതിൻ്റെ വലിയൊരു മാതൃകയാണത്. പല രാജ്യങ്ങളിൽ ഇത്തരം അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയും ബംഗ്ലാദേശും കാണിച്ച ഏറ്റവും ഉത്തമമായൊരു മാതൃകയായിരുന്നു ഈ 2015 എൻക്ലേവുകളുടെ കൈമാറ്റത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചത്. എൻക്ലേവുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. താങ്ക് യു.